ഇപ്പൊ എനിക്ക് എടുത്തേക്കൊരു അനുഭവം ഉണ്ടായിട്ട്. അപ്പൊ ഞാൻ പറയാൻ പോകുന്ന വിഷയം വേറെ ഒന്നല്ല. നിമിഷ ബിജോ പറഞ്ഞിട്ട് ഒരു യൂട്യൂബറിനോ നടീന്നോ എന്ത് വേണമെങ്കിലും അതിനെ വിളിക്കാം. ഇത് എലീന, എന്റെ കാമുകിയെന്നോ ഗേൾഫ്രണ്ട് എന്നോ കൂട്ടുകാരിയെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ കാണാൻ ഇടയായത് തന്നെ ഞാനും എന്റെ മോള് 1ാം ക്ലാസ്സിലാണ്, 6 വയസ്സായതാണ്. അപ്പോൾ അവളും ഞാനും കൂടിയിട്ട് ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് ഈ പെണ്ണിന്റെ ലൈവ് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്ത് വന്നത്. പരമാസത്താ അവളെ അവളുടെ വഴിക്ക് വിടുന്നതാ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അപ്പൊ ഒരു സ്ലീവ്ലെസ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ക്ലീവേജ് ഒക്കെ കാണിച്ചിട്ട് അക്ഷരം കൊണ്ട് നല്ലതാ മച്ചമ്പി, ഐശ്വര്യം പോയിട്ടില്ല കൂടിയിട്ടേ. അപ്പൊ എന്റെ മോള് ചോദിക്കുക, അമ്മ എന്ത് ഈ ഒരു അമ്മമ്മ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടിരിക്കണേ, എന്ത് ഇങ്ങനെ ഈ അമ്മമ്മ അങ്ങനെ ഇരിക്കണേ? ആരായി തള്ള? തള്ളയാ? ആരുടെ തള്ള? നിന്നെ കണ്ട എന്റെ തള്ളയാണെന്ന് തോന്നലോടി. എന്താ വെച്ചാല് ഒരു 40+ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. എന്റെ മനസ്സിൽ ഇപ്പോഴും ഒരു 18-17 വയസ്സിൽ ഞാൻ ഇങ്ങനെ പാറി പറന്ന് നടക്കാണ്. ആണല്ലേ? വാട്ടി പറഞ്ഞ കുട്ടി അല്ലേ? എനിക്ക് തോന്നുന്നില്ല. സമൂഹത്തിന് ഒരു ചൂഷണം ചെയ്യുന്ന പോലെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടാ. ഇവൻ നമ്മൾ നാളെടുത്തോണേട്ടാ, ഇവനെ കൊന്നാലാ. കുറച്ചും കൂടിയും ഡീസെന്റ് ആയിട്ട് യൂട്യൂബ് ചെയ്യും, അല്ലാതെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അതിന്റെ മാസ്റ്റർ പീസാണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. പക്ഷെ നല്ലൊരു ഭൂരിഭാഗം പെണ്ണുങ്ങൾക്ക് ഒരു അപമാനമായി ആരാന്റെ കാര്യത്തിൽ എന്താ താല്പര്യം? തെറ്റ് ശരി നിശ്ചയിക്കാൻ നിങ്ങളാരാ വലിയ ന്യായാധിപം വന്നിരിക്കുന്നു? എനിക്ക് 1000 ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്റെ കക്ഷം കാണിക്കാം, അല്ലെങ്കിൽ എന്റെ വയറ് കാണിക്കാം, അല്ലെങ്കിൽ എന്റെ ക്ലീവേജ് കാണിക്കാം, അല്ലെങ്കിൽ ഡ്രസ്സ് ഞാൻ ഊരി കാണിച്ചു തരാം. ആരും കാണാത്ത സ്വർഗത്തിന്റെ വാതിൽ. കാരണം എന്തായാലും 2 കുട്ടികളുടെ അമ്മയാണ്, ഭർത്താവ് സപ്പോർട്ടാണ്. ഗേൾസിന് അത്യാവശ്യം ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ. ചേച്ചി ഇങ്ങനെ ഇപ്പൊ കാണിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ ആൾക്കാരെ മുൾമുനയിൽ നിർത്തും. ഇപ്പൊ നടക്കും പക്ഷെ ഒന്നും നടക്കില്ല. അണ്ണനിതെങ്ങനെ അറിയാം? അത് ശരി, ചെറുത പെട്ടായിരുന്നല്ലേ. എന്തേലും കാണിക്കുന്നുള്ള വിചാരത്തിലാണ് ഇവന്മാരെല്ലാം കുട്ടിയിരുന്നത് കാണുന്നത്. കാണിച്ചു തരാം. ഓ, അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. ഇത് എവിടെ കൊണ്ടേ വെച്ചേക്കണത്? എവിടെ? അങ്ങനൊക്കെ പറയുമ്പോ ഇത് കാണാൻ ഇഷ്ടം പോലെ ഞരമ്പൻ ആണുങ്ങൾ ഞാനെല്ലാം കണ്ടു. ഈ പെണ്ണിന്റെ വീഡിയോ കാണാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഒരു സൈറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വെബ് സീരീസ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഇതിന് നല്ല പെണ്ണുങ്ങളെ നല്ല കണ്ടന്റ് ഉള്ള നമുക്ക് ആഘോഷിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങളായിരുന്നു നമുക്ക് കിട്ടും. പിന്നെ എന്തിനാണ് ഈ കിളവിയുടെ ഇന്ന് കാണുന്നത് ഇത്രയും ആൾക്കാര്? കിളവിന്ന് നമ്മുടെ നിമിഷ ചേച്ചി എങ്ങനെ മനസ്സ് വരുന്നു? നിങ്ങൾ കുറെ നേരമായിട്ട് ചേച്ചി അവമാനിക്കുന്നുണ്ട് കേട്ടോ. അതിവിടുത്തെ ന്യായം. അടൽസൊള്ളി സൈറ്റ് ഒരുപാടുണ്ടല്ലോ, അവിടെ പോയി കിടന്ന് കുറുന്താളിക്ക്. എന്തിനാണ് ഇവിടെ കിടന്ന് ഈ കാട്ടായം കാട്ടിക്കൂട്ടുന്നത്? ഞാനൊരു ചെണ്ടയാണെന്നാ ഇവിടെ ഉള്ളൊരു വിചാരം. എല്ലാരും വന്ന് ഇടക്കിടക്ക് കൂട്ടും. എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന പിള്ളേരായിരിക്കും കൂടുതലും. അന്നേരം ഇതുപോലുള്ള വീഡിയോസ് അവത്തവശാൽ അങ്ങനെ ഇവർ കാണും. എന്റെ ഫുൾ നോട്ടം ഇനി ഇങ്ങോട്ടായിരിക്കും. ഇത് കണ്ടിട്ട് എനിക്കും ഇതുപോലെ ആകണം, ഇതുപോലുള്ള വൾഗറായിട്ട് ഡ്രസ്സ് ധരിച്ച് കിടന്നാൽ ഒരു പ്രശ്നവുമില്ല, ഒരുപാട് പേരും പ്രശസ്തിയും അതുപോലെ തന്നെ ഒരുപാട് ഫോളോവേഴ്സും എനിക്ക് കിട്ടും എന്നൊരു ചിന്താഗതി നമ്മുടെ പിള്ളേരുടെ മനസ്സിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു നാശമാണ്. ഉള്ള കാര്യം പറയാൻ, കുറച്ച് നല്ലവരുടെ ഇടയിൽ ഒരു ചീത്തയാൾ വന്നാൽ ചീത്തയാൾ നല്ലവനാകുകയല്ല ചെയ്യുന്നത്, നല്ലവരും കൂടി ചീത്തയാകുകയാണ് ചെയ്യുന്നത്. ഈ പാലിൽ പാഷാണം കലക്കുന്നത് പോലെ. ശരി, ചത്താ ഞാൻ നാളെ വരാം. അല്ല, ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം.